കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് പാർക്ക് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലെ നോർത്ത് വാൻകൂവറിൽ സ്ഥിതി ചെയ്യുന്ന സസ്പെൻഷൻ ബ്രിഡ്ജസിന്റെയും പാർക്കിന്റെയും ഭംഗി ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. കം ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ. ഇന്ന് നല്ല തിരക്കാണ്. കുട്ടികൾക്ക് വെക്കേഷൻ ആയതിനാലും കൂടാതെ ഇവിടുത്തെ ട്രിപ്പ് സീസണലാണല്ലോ. സ്നോഫോൾ തുടങ്ങിയാൽ എല്ലാം അടച്ചിരിക്കും. അതിനാൽ കൂടിയാണ് ധാരാളം ടൂറിസ്റ്റുകൾ നിത്യേന ഈ സീസണിൽ വന്നു പോകുന്നത്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് മോണിറ്ററിംഗ് കൗണ്ടറിലേക്ക് പോയി. ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓരോരോ സമയം അലോട്ട് ചെയ്തതിനനുസരിച്ചാണ് എൻട്രി. ഒരു പ്രാവശ്യം എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാം. മൊത്തത്തിൽ എൻട്രി മെയിൻ ബ്രിഡ്ജ് കൂടാതെ 7 സസ്പെൻഷൻ ബ്രിഡ്ജസ് കൂടെയുണ്ട്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് മുന്നോട്ട് നിങ്ങളെ ഞാൻ കാണിക്കുവാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അതുകൊണ്ട് എല്ലാവരും മടി കൂടാതെ എൻ്റെ കൂടെ സഞ്ചരിക്കണേ. കുഞ്ഞിമോളാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. മെയിൻ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ഇതുവഴിയാണ്. ആ സസ്പെൻഷൻ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ബ്രിഡ്ജസിൽ ഒക്കെ പോകാൻ പറ്റുന്നത്. ഇതാണ് ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ്. 140 മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജിലൂടെ കടക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ളതാണ്. നല്ല കുലുക്കമുണ്ടാവും. ആരെങ്കിലും പർപ്പസ്ഫുള്ളി കുലുക്കിയാല് നമുക്ക് പേടി തോന്നും. വളരെ മെല്ലെ ഒരു സൈഡിൽ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. കാപ്പിലാനോ നദിയുടെ മുകളിലൂടെയുള്ള ഈ ബ്രിഡ്ജ് നദിയിൽ നിന്നും 70 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ വളരെയധികം ഒഴുക്കുള്ള നദിയാണ്. ഡീപ്പായിട്ടുള്ള സ്ഥലം. താഴെ നോക്കിയാൽ പേടി തോന്നും. ഫുട്ബോൾ മാച്ച് നടക്കുന്നത് കാരണം ബ്രിഡ്ജിന്റെ താഴെ ഫുട്ബോളും കുറച്ച് രാജ്യങ്ങളുടെ കൊടികളും കെട്ടിയതായി കാണാം. ആദ്യത്തെ ബ്രിഡ്ജ് കഴിഞ്ഞാൽ മറുഭാഗത്താണ് മറ്റ് ബ്രിഡ്ജുകളും ബോർഡ് വാക്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉള്ളിൽ പോയാൽ പിന്നീട് 7 സസ്പെൻഷൻ ബ്രിഡ്ജസ് കൂടിയുണ്ട്. അങ്ങനെ മെയിൻ ബ്രിഡ്ജും കടന്ന് ഞങ്ങള് മറുഭാഗത്ത് എത്തി. മരപ്പലകകൾ കൊണ്ടുള്ള ഫ്ലോറ്, ചുറ്റും പച്ച പിടിച്ച അതിമനോഹരമായ കാഴ്ച. ദ കാബിൻ. ഇവിടെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്.
27 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് കാണുവാൻ നിത്യേന ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുമാതിരി സ്കൂൾ അവധിയായതിനാലും ഇവിടുത്തെ ഇപ്പോഴത്തെ നല്ല കാലാവസ്ഥ കാരണവും ആണ് ടൂറിസ്റ്റുകൾ ധാരാളമായി ഇപ്പോൾ വന്നു പോകുന്നത്. നവംബർ, ഡിസംബർ മുതൽ മെയ് വരെ സ്നോഫോൾ മറ്റും കാരണം മിക്കവാറും എല്ലാ പിക്നിക് സ്പോട്ട്സും കാനഡയിലേത് അടച്ചിടും. കണ്ടോ, ഇതുപോലെയുള്ള 7 സസ്പെൻഷൻ ബ്രിഡ്ജസ് ഉണ്ട് ഇവിടെ. മെയിൻ ബ്രിഡ്ജിന്റെ അത്ര സ്കേരിയല്ല ഈ ബ്രിഡ്ജസിലൂടെയുള്ള യാത്ര. ഈ ബ്രിഡ്ജസ് ഒക്കെ വളരെ വലിയ മരങ്ങളോട്, അതായത് ഡഗ്ലസ് ഫർ ട്രീസിനോട് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡഗ്ലസ് ഫർ ട്രീ ഒരുതരം പൈൻ മരങ്ങളുടെ ഇനത്തിൽപ്പെട്ടവയാണ്. ഈ കാണുന്നത് പോലെയുള്ള ഡഗ്ലസ് ഫർ ട്രീസ് പാലത്തിന്റെ 2 ഭാഗത്തും ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പാലം പണിതിരിക്കുന്നത്. 7 പാലവും ഇതുപോലെയാണ് പണിതിട്ടുള്ളത്. കൗതുകം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഏറ്റവും പ്രായം കുറഞ്ഞ മരം 250 വർഷത്തോളം പഴക്കമുള്ളതാണ്. അത് ഒരു 60 മീറ്റർ ഹൈറ്റ് വരെ ഉണ്ടാകും. ചില മരങ്ങളാണെങ്കിൽ 500 വർഷത്തിലേറെ പ്രായമുള്ളതുമാണ്. അതുപോലെയുള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണിത്. കണ്ടു, ആ പാലത്തിന്റെ മറ്റൊരു ഭാഗം വേറൊരു വലിയ ഡഗ്ലസ് ട്രീയുമായിട്ടാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് മൂന്നാമതൊരു പാലം. ഇവിടെ ഒരു തടാകം. ഇങ്ങനെ ഇടയ്ക്കിടെ തടാകങ്ങളും കാണാം.
കണ്ടോ, ഇവിടെ രണ്ട് ബേർഡ്സിനെ കാണാം. ഒന്ന് ഒരു തരം ഔളാണ്, മറ്റേത് ഫാൽക്കണോ ഹോക്കോ എന്നറിയില്ല. വനങ്ങളിൽ കാണുന്ന ബേർഡ്സ് ആണ് ഇവയൊക്കെ. നേച്ചേഴ്സ് എഡ്ജ് ബോർഡ് വാക്ക്. കം ലെറ്റ് us walk. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏഴ് പാലങ്ങളിലൂടെയും നടന്ന് മെയിൻ പാലവും കടന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തി. ലോഗേഴ്സ് ഗ്രിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെ സ്നാക്സ്, ചായ, കോഫി എന്നിവ കൂടാതെ പലതരം ശീതള പാനീയങ്ങളും കിട്ടും. ഇനി ഇവിടെയുള്ള മറ്റു കാഴ്ചകൾ കാണുവാനുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇവിടെ ഗ്ലാസ് ബൗണ്ടറിയുള്ള ബോർഡ് വാക്ക്. ഇനി ക്ലിഫ് വാക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്തുകൂടെ, അതായത് പാലത്തിലൂടെ നടന്നു കാണുവാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പാറകളുടെ സപ്പോർട്ടോടു കൂടിയാണ്.
ഇവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ സാധാരണ പേടി തോന്നും. റിവറിലെ വെള്ളം, പാറക്കെട്ടുകൾ, കാടുകൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പേടി തോന്നും. കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര ഡൗൺ ടൗൺ വാൻകൂവറിലെ താമസ സ്ഥലത്തേക്ക്, ഹോട്ടൽ മുറിയിലേക്ക്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.